നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ എഡ്യൂ ടിപ്സ്. 2026-2027 വർഷത്തെ BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറിനനുസരിച്ച് LBS പ്രിപ്പയർ ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിനെ ബേസ് ആയതായിരിക്കും അലോട്ട്മെന്റ്സ് ഉണ്ടാവുക. 3 ടൈപ്പ് ഓഫ് അലോട്ട്മെന്റ്സ് ആണ് ഉണ്ടാവുക: റെഗുലർ അലോട്ട്മെന്റ്, സ്പെഷ്യൽ അലോട്ട്മെന്റ് ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ്. റെഗുലർ അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് ഉണ്ടാവുക. സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിന്റെ എണ്ണം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് അവൈലബിലിറ്റി ഓഫ് സീറ്റിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഇനി റെഗുലർ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 അലോട്ട്മെന്റ്സ് ആണ് ഉണ്ടാവുക. റെഗുലർ അലോട്ട്മെന്റിന്റെ മുന്നേ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് മാത്രം ഹയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. കാരണം ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ താഴേക്കുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ആയി പോവുകയും ഹയർ ഓപ്ഷൻ മാത്രം നിലനിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏതാണോ ഇപ്പോൾ ഒരു 10ാമത്തെ കോളേജും കോഴ്സും ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. 11 തൊട്ടുള്ള താഴേക്കുള്ളതെല്ലാം ക്യാൻസൽ ആയി പോകും. 9 മുതൽ മുകളിലേക്കുള്ള കോഴ്സും കോളേജും അവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പൊ ഈ 10ാമത്തെ കോളേജ് കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലത്തെ ഓപ്ഷൻസ് മസ്റ്റ് ആയിട്ടും ക്യാൻസൽ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിക്ക് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഹയർ ഓപ്ഷൻസ് നിങ്ങളെ പരിഗണിക്കും. അതുകൊണ്ട് 10ാമത്തെ കോളേജ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഉറപ്പായിട്ടും ക്യാൻസൽ ചെയ്തിരിക്കണം. ഇനി അതല്ല, 10ാമത്തെ കോളേജ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ടോക്കൺ ഫീ അടച്ച് ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് അലോട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് മാറാം, അതുപോലെ തന്നെ കോഴ്സും മാറാം. ഇൻ കേസ് നിങ്ങൾ ഈ 10ാമത്തെ കോളേജ് കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതെ ഹയർ ഓപ്ഷൻസ് കാത്തിരുന്നിട്ട് കാര്യമില്ല. ജോയിൻ ചെയ്യൽ മസ്റ്റ് ആണ്. ജോയിൻ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസിക്ക് പരിഗണിക്കുക ചെയ്യൂല. അങ്ങനെ ചെയ്യാത്ത കുട്ടികൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ്സ് ആണ്. ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 3 റെഗുലർ അലോട്ട്മെന്റ്സിന് ശേഷം ഏതെങ്കിലും കോഴ്സ് ഏതെങ്കിലും കോളേജിൽ സീറ്റ് വേക്കന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോളേജ് LBSനെ അറിയിക്കുന്നതിനനുസരിച്ച് LBS അതിന്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതായത് ഏതൊക്കെ കോഴ്സിന് എത്രയൊക്കെ സീറ്റ് ഏതൊക്കെ കോളേജിൽ അവൈലബിൾ ആണെന്നുള്ളത് LBS സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ LBS പബ്ലിഷ് ചെയ്ത കോളേജും കോഴ്സും സീറ്റും വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഹയർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങളെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് ജോയിൻ ചെയ്യാം. ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റ് എത്ര ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കോളേജസിന്റെ സീറ്റിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. ദെൻ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടായിരിക്കില്ല. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു LBSന്റെ ഫെസിലിറ്റേഷൻ സെന്ററിൽ വെച്ചിട്ടാവും നടക്കുക. അവിടെ നിങ്ങൾ മതിയായ എല്ലാ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ നേരത്തെ ഏതെങ്കിലും അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് കോളേജിലാണോ നിങ്ങൾ ജോയിൻ ചെയ്തത് ആ ജോയിൻ ചെയ്ത കോളേജിലെ പ്രിൻസിപ്പൾ NOC തരണം. NOC എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരണം. അതില്ലാത്ത കുട്ടികളെ ഒരിക്കലും സ്പോട്ട് അലോട്ട്മെന്റിന് പങ്കെടുപ്പിക്കില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ഓപ്ഷനും കിട്ടാത്ത കുട്ടികൾക്കും ഇനി ഏതെങ്കിലും കോളേജുകളിൽ കിട്ടിയ കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീയും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത കുട്ടികൾക്കുള്ള NOC ആണ് വേണ്ടത്. അല്ലാത്ത കുട്ടികൾക്ക് മതിയായ രേഖകൾ മാത്രം മതിയാവും. ഓപ്ഷൻ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡിസൈഡ് കോളേജസ് ഓപ്ഷൻ കൊടുക്കുക. അപ്പപ്പോ മുന്നിലുള്ള കുട്ടികളെ ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആരൊക്കെയാണോ ഉള്ളത് ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് അപ്പൊ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെയാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ വരിക. സ്പോട്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഉണ്ടാവും. ഒരു ടൈം പീരീഡ് പറയും. ആ ടൈം പീരീഡിന്റെ ഉള്ളിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈവറ്റിൽ കിട്ടിയ കുട്ടികൾക്ക് ഗവൺമെന്റിക്ക് മാറാനും എല്ലാത്തിനുള്ള ഒരു ഓപ്ഷനാണ് ഈ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും മിസ് ചെയ്യരുത്. സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കോളേജിലേക്ക് മാറാനും കൂടെ ഉള്ള ഒരു ഓപ്ഷനാണ്. റെഗുലർ അലോട്ട്മെന്റ്സ് മാത്രമല്ല LBSൽ ഉള്ളത്, സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ്സും കൂടെ ഉണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.